താഴ്മയും വിധേയത്വവും നിഴലിക്കുന്ന അവളുടെ എളിയ വാക്കുകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും ആളുകൾ ഓർക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഗബ്രിയേൽ ദൂതനോട് മറിയം ഇപ്രകാരം പറയുന്നു: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ ഭവിക്കട്ടെ. ദാസി എന്ന പദം ഏറ്റവും കുറഞ്ഞ ഒരു സ്ഥാനത്തെ കുറിക്കുന്നു. ഒരു ദാസിയുടെ ജീവിതം പൂർണ്ണമായും തൻ്റെ യജമാനൻ്റെ കരങ്ങളിലാണ്. തൻ്റെ യജമാനായ യഹോവയോട് അവൾക്കുള്ള മനോഭാവം ഇതായിരുന്നു: താൻ യഹോവയുടെ കരങ്ങൾ സുരക്ഷിതയാണെന്നും തന്നിൽ വിശ്വസിക്കുന്നവരോട് താൻ വിശ്വസ്തനായിരിക്കുമെന്നും ഈ ദുഷ്കരമായ നിയമനം നിറവേറ്റാൻ യഹോവ തന്നെ അനുഗ്രഹിക്കുമെന്നും അവൾക്കറിയാമായിരുന്നു. ബുദ്ധിമുട്ടുള്ള അഥവാ അസാധ്യമെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന പല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ, മറിയെപ്പോലെ നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചാൽ, നിരവധി കാരണങ്ങൾ ദൈവവചനത്തോടെ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. നാം അങ്ങനെ ചെയ്യുമോ? ചെയ്യുന്നെങ്കിൽ നമുക്കുള്ള ദൈവത്തിലുള്ള വിശ്വാസം കരുത്തുറ്റതാക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.